പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണല്ലോ, ഞാൻ അങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസാണ്, ഞാൻ അവർ അങ്ങനെ ഒരു രീതി കാണണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകുമോ, എൻ്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇത് ഇന്നേ വരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് ഈ മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിൻ്റെ കാര്യം എത്തി തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അവർ അത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഓ ഋഷിയുടെയും മനോജ് കെ ജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ആൻസർ എനിക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ്, ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ, റൈറ്റ്? അപ്പം ഇപ്പോൾ ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ നിന്ന് അച്ഛനടുത്ത് പറയായിരുന്നു, ദൈവമേ അവിടെ എത്ര ആൾക്കാർ, അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതല്ലേ, ഞാൻ എന്തോന്ന് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നതെന്നറിയില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. പ്രഷർ നല്ലോണം ഉണ്ട്. ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. അൺടിൽ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ്, ഐ ഹോപ്പ് വിൽ സ്റ്റിൽ ബി ദെയർ, ഐ തിങ്ക്. താങ്ക് യു സോ മച്ച്. യെസ്. ഹായ്. അപ്പം ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. നമ്മളിടുന്ന എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, പക്ഷേ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഇതിനു മുമ്പും കഥകൾ കേട്ടിട്ടുണ്ടോ? പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതെ അതെ, വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെല്ലെ ക്യാച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴി കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഇതുപോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്, ഇത് കേൾക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടു, കുറേ കേട്ടു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോള് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നും പറഞ്ഞ് ഇന്ന റോൾ ചെറുതാണ്, ആ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വൺ ഓഫ് ദി തിങ്സ് ഇറ്റ്സ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയുക വേണ്ടാന്ന് എനിക്കങ്ങനെ പറയാനും പറ്റില്ല. അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സോ സിനിമകളോ ഉണ്ടായിട്ടോ? ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലയണ മന്ത്രം, എന്താ പറയുക, പിന്നെ കളിപ്പാട്ടം, മുന്താണേ മുടിച്ച്, ഇതൊക്കെ എനിക്ക്, ഞാൻ കുഞ്ഞിലേ ഇതൊക്കെ കുറേ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലയണ മന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയൊരു സിനിമയാണ് അനന്തഭദ്രം. സല്ലാപം, ചമയം, സീനിയേഴ്സ് അനദർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് നോക്കി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനം അവർ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്.
അപ്പോൾ അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു, അന്ന് നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയുള്ളൂ. മനോട്ട ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ റിയൽ സിനിമകളൊക്കെ തിയേറ്ററിൽ